എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഏറെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധി 20ാമത്തെ ഘടകം രാവിലെ 6 മണി മുതൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ ഈ വിതരണം ആരംഭിച്ചു. ഇന്ന് 11 മണിക്ക് ഉത്തർപ്രദേശിൽ വെച്ച് PM കിസാൻ സമ്മാനിന്റെ വിതരണം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള അപ്ഡേഷനാണ് നമുക്ക് ലാസ്റ്റ് വന്നിരുന്നത്. എന്നാൽ നിലവിൽ രാവിലെ മുതൽ എല്ലാവർക്കും PM കിസാൻ സമ്മാനിന്റെ 2000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. നിരവധി ആൾക്കാരാണ് ഇപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് അവർക്ക് തുക എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ മെസ്സേജ് ആയിട്ട് നോക്കരുത്, മെസ്സേജ് വന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ ബാലൻസ് പരിശോധിച്ച് നോക്കേണ്ടതാണ്. കാരണം ഇത് DBT മോഡ് ട്രാൻസാക്ഷൻ ആണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഒരുപക്ഷെ അതിന് മെസ്സേജുകളൊന്നും വരണമെന്ന് നിർബന്ധമില്ല. ചില ബാങ്കുകൾക്ക് മെസ്സേജ് വരാറില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാലൻസ്, ബാങ്ക് വഴിയുള്ള ബാലൻസ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ്. PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും 6 മണി മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് ശേഷം പ്രധാനമന്ത്രി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള അപ്ഡേഷൻ ആയിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല, രാവിലെ മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം ആ ഒരു പരിപാടിക്ക് നേരിട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം PM കിസാൻ സമ്മാൻ നിധി വിതരണം ഇപ്പോൾ നേരത്തെ തന്നെ നമുക്ക് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബാലൻസ് പരിശോധിച്ച് നോക്കുക, അല്ലാതെ മെസ്സേജ് മാത്രം കാത്തിരിക്കരുത്. മെസ്സേജ് നോക്കിയിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജ് ഇവിടെ വരണമെന്നില്ല. DBT മോഡ് ട്രാൻസാക്ഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മെസ്സേജുകൾ വന്നിരിക്കാം. പക്ഷേ DBT മോഡ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ആ മെസ്സേജുകൾ നിങ്ങൾക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കുക. ചിലർ പറയുന്നുണ്ട് നിങ്ങൾക്ക് OTP വരുന്നില്ല. അങ്ങനെ കുറച്ച് നേരമായിട്ട് ഒരു അപ്ഡേഷൻ പ്രോസസ് ആയിരുന്നു. അതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എത്രയും വേഗം എടുക്കാൻ സാധിക്കുമോ അത്രയും വേഗം നിങ്ങൾ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ നിലവിൽ നമുക്കൊരു സെൻട്രൽ ID ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ ഓൾ പ്രോസസിംഗ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റവന്യൂ സെക്ഷനിൽ ഇത് പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് അവിടെ അപ്രൂവൽ എന്നുള്ള സ്റ്റാറ്റസ് കാണും. നേരത്തെ അപ്രൂവൽ പെൻഡിങ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ അപ്രൂവൽ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം എടുക്കുക. ചിലർ ചോദിക്കുന്നുണ്ട് കതിറാപ്പ് എടുക്കണോ എന്നുള്ളത്. കതിറാപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യമേ അല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഫാർമർ രജിസ്ട്രേഷൻ ID, സെൻട്രൽ ഫാർമർ രജിസ്ട്രേഷൻ ID ആണ് നമുക്ക് ഏറ്റവും നിർബന്ധം. അതില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ അങ്ങോട്ട് PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം നിങ്ങൾക്ക് ലഭിക്കില്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോളൂ. അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരായാലും ആദ്യം ആ ഒരു ID എടുത്തിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിരുന്ന PM കിസാൻ സമ്മാൻ നിധി 20ാമത്തെ ഘടകം രാവിലെ 6 മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അക്കൗണ്ട് പരിശോധിച്ച് നോക്കുക, നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.